അപ്പം നമുക്ക് ഇന്നൊരു കറി ഉണ്ടാക്കണ വീഡിയോ ചെയ്യാം. കറി ചെറിയൊരു കറിയാണ്, നമ്മൾ വലിയൊരു കറിയൊന്നുമല്ല, ചെറിയൊരു ലേറ്റായിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ അതിക്ക് ആദ്യം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഉലുവ ഒന്ന് ഇട്ടിട്ട് അതൊന്ന് മൂപ്പായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത്, വെളുത്തുള്ളി പച്ചമുളക്, അപ്പം അതൊന്നും ഇങ്ങനെ തെറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലോട്ട് ലേശം മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി നമ്മൾ അതിലോട്ട് ചേർക്കാൻ പോവുകയാണ്. നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്തിട്ട് തക്കാളി കുറച്ച് മൂപ്പാവണം. അങ്ങനെ മൂപ്പാവണം എന്ന് പറഞ്ഞാൽ കുറച്ച് വേവണം. അപ്പം അത് വെന്ത് വരട്ടെ. അപ്പം നമുക്കൊന്ന് അതിന് ഇളക്കി നമ്മളത് കുറച്ച് അതൊന്ന് വെന്ത് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവുകയാണ്. ലേശം ഒരുപാട് ചേർക്കാൻ പാടില്ല, ലേശം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഞാൻ ഒരു കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് ആ കോഴിമുട്ടനെ ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുക. അപ്പം നമ്മൾ കോഴിമുട്ടനെ അതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യുന്ന അറിയോ, ഉപ്പിടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മളിതൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കാം. ഇപ്പം നമ്മൾ അടച്ച് വെക്കാൻ പോവാണ്. നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് നമ്മൾ അപ്പം അത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, സെറ്റ് ആയിക്കണോ നോക്കാം. അപ്പം ആയിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും അടച്ച് വെച്ചു. അപ്പം നമ്മളിപ്പോൾ ഞാൻ വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ അതായിട്ടുണ്ട്, കറി സെറ്റായിട്ടുണ്ട്. അതൊന്ന് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഒന്നിങ്ങനെ അതൊക്കെ ഒന്ന് വെന്ത് വരും. അപ്പം നമുക്കറിയാം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് താഴ്ന്നു വരുമ്പോൾ ഒക്കെ ഒന്ന് സെറ്റാവും. അതുപോലെ ഇങ്ങനെ തിളച്ച് വരും. കുറച്ച് ടൈം എടുത്തോട്ടെ തിളക്കാൻ, കുഴപ്പമില്ല. അപ്പം അങ്ങനെ തിളച്ച് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ലൈറ്റായിട്ടുള്ള കറികൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ അർജൻറ്റായിട്ടൊക്കെ നമുക്ക് പെട്ടെന്നൊരു കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇടാതെ നമുക്ക് പെട്ടെന്ന് നല്ല രുചികരമായിട്ടുള്ള കറി കൂട്ടാം. ഇത് നമ്മൾക്ക് ഇപ്പോൾ കടിയിലോട്ട് ഉപയോഗിക്കാം, നമുക്ക് ഭക്ഷണത്തിലോട്ട് ഉപയോഗിക്കാം. കാരണം അതിൽ എഗ്ഗ് ചേർത്ത കാരണം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കറിയിലേക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, കടിയിലേക്ക് അപ്പം പോലത്തെയൊക്കെ ദോശ പോലത്തെയൊക്കെ ഉള്ള അരിക്ക് ഉപയോഗിക്കാം. പിന്നെ സാധാ ഫുഡിലേക്ക് ഉപയോഗിക്കാം.
ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.